ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ആപ്പിൾ ഐഫോൺസിൽ എങ്ങനെ പിക്ചർ ഇൻ പിക്ചർ മോഡ് എനേബിൾ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അപ്പം ഇതിനോടുള്ളൊരു മെച്ചം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഏതെങ്കിലുമൊക്കെ വീഡിയോസ് ചിലപ്പം പ്ലേ ചെയ്യുന്നുണ്ടാവും. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഞാൻ ഈ ഒരു വീഡിയോ പ്ലേ ചെയ്യുകയാണ്. അപ്പം വീഡിയോ പ്ലേ ചെയ്യുന്ന സമയത്ത് ഞാൻ ഹോം സ്ക്രീനിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ആ ഒരു വീഡിയോ സൈഡിൽ ഇതുപോലെ ചെറിയൊരു സ്ക്രീനിൽ പ്ലേ ആവുന്നതായിരിക്കും. ഇപ്പോൾ എനിക്ക് ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ വേറെ ആപ്പുകൾ യൂസ് ചെയ്യാവുന്നതാണ്. അതേ ടൈമിൽ തന്നെ താഴെ ആ ഒരു വീഡിയോ പ്ലേ ആവുന്നതായിരിക്കും. ഇനി ഇത് ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്ലോസ് ചെയ്യാനുള്ള ബട്ടണും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. എന്തായാലും ഇത് എനേബിൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ സെറ്റിംഗ്സിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ജനറൽ എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിക്ചർ ഇൻ പിക്ചർ എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പം ഇത് ഓഫായിട്ടായിരിക്കും കിടക്കുന്നുണ്ടാവുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ട് PIP ഓട്ടോമാറ്റിക്കലി എന്നുള്ളത് ഓണാക്കി കൊടുക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പിക്ചർ ഇൻ പിക്ചർ മോഡ് ഓട്ടോമാറ്റിക്കായിട്ട് എനേബിൾ ആവുന്നതായിരിക്കും. അതിനുശേഷം നമ്മൾ ഏതെങ്കിലുമൊക്കെ ബ്രൗസറിൽ പോയിട്ട് വീഡിയോസൊക്കെ കണ്ട് മിനിമൈസ് ചെയ്യുന്ന സമയത്ത് അതിവിടെ സൈഡിൽ ചെറിയൊരു ഇതിൽ പ്ലേ ആയിക്കൊണ്ടിരിക്കും. അപ്പം ഇങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ആപ്പിൾ ഐഫോൺസിൽ പിക്ചർ ഇൻ പിക്ചർ മോഡ് എനേബിൾ ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്യുവൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.